കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിനെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസ്. MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചെന്ന പരാതിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ മുസ്ലിം ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടാകില്ലെന്നായിരുന്നു പ്രസംഗം. ഈ തെരഞ്ഞെടുപ്പ് ഫാസിസത്തിന്റെ എതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. നരേന്ദ്രമോദി തിരിച്ചു വന്നാൽ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ജനാധിപത്യം തീർന്നു, ഞങ്ങളുടെ ഭരണഘടന തീർന്നു. അവരെ നേതാവ് ഞാൻ പറഞ്ഞ അനന്ത്കുമാർ ഹെഗഡെയും പറഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ, ഞങ്ങൾ തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് 400-ലധികം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭരണഘടന ഞങ്ങൾ മാറ്റും, പല കാര്യങ്ങളും മാറ്റും. മതേതരത്വം ഉണ്ടാവൂല. അതിന് ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, പള്ളി മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യാനി പള്ളിയായാലും അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല. നമുക്കറിയാം ഇപ്പം എന്തെല്ലാം നടക്കുന്നത് ഉത്തരഭാരതത്തിൽ. ഗ്യാൻവാപ്പിയുടെ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പം ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫെലിക്സ്, എത്രത്തോളം ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്? AICC വക്താവ് ഷമാ മുഹമ്മദിനെതിരെ കലാപാഹ്വാനത്തിനാണ് ഇപ്പോൾ പോലീസ് മതസ്പർദ്ധ വളർത്തി എന്നൊക്കെ അടക്കമുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് കോഴിക്കോട് നിന്ന് പോലീസ് കേസെടുത്തുള്ളത്. ഷമാ മുഹമ്മദ് ചേരുന്നു. ഈ കേസിനെ എങ്ങനെ കാണും? ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ വകുപ്പിട്ടത് മതേസ്പരത്വം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മതത്തിൻ്റെ എതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അനന്ത്കുമാർ ഹെഗഡെ പറഞ്ഞിരിക്കാൻ 400-ലധികം കിട്ടിക്കഴിഞ്ഞാൽ, സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന മാറ്റും. ഞങ്ങൾക്കറിയാം അവരെല്ലാ ദിവസവും പറയുന്നത് ഒരു ഭാഷ, ഒരു മതം, ഒരു ഡ്രസ്സ്, ഒരു തെരഞ്ഞെടുപ്പ്. പിന്നെ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം മണിപ്പൂരിൽ 200-ലധികം ക്രിസ്ത്യൻ പള്ളി കത്തിച്ചിരിക്കുക. അതിൻ്റെ ഉത്തരവാദിത്തം ആരെടുത്തു? അവിടുത്തെ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചോ? അവിടെ പ്രധാനമന്ത്രി പോയോ? അവിടെ പ്രസിഡൻസ് റൂൾ ആയോ? ഇല്ല, ഉത്തരവാദിത്തം ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് അവരുടെ മറുപടി വേണ്ട. വേറൊന്ന്, എങ്ങനെയാ പോലീസ് ഈ കേസിന് ഈ വകുപ്പിടാൻ പറ്റും? അവരെ CPM നേതാവുകൾ എന്തെല്ലാം പറയുന്നുണ്ട്. എന്തുകൊണ്ട് കേരള പോലീസ് അതിൻ്റെ മേലെ വകുപ്പിടുന്നില്ല? കേരള പോലീസ് ആരെ കീഴിലാണ്? ആഭ്യന്തരമന്ത്രി ആരാന്ന് പിണറായി വിജയനോട് പോയി ചോദിക്കണം. എന്തുകൊണ്ട് അവരെ മേലെ കേസില്ലാത്തത്? എന്തുകൊണ്ട് CPM നേതാവ് പറയുമ്പോൾ കേസില്ലാത്തത്? ഷമാ മുഹമ്മദ് പറയുമ്പോൾ എന്തുകൊണ്ട് കേസ്? ഞാൻ നരേന്ദ്രമോദിൻ്റെ എതിരായിട്ട് സംസാരിക്കുന്ന ഒന്നാണോ ഒന്ന്? അതിൻ്റെ മറുപടി പറയണം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കാൻ, ഡറോ മത്, പേടിക്കാൻ പാടില്ല. എനിക്ക് പേടിയില്ല. ഞാൻ ഇവിടുന്ന് ഒരു പിന്മാറ്റവും ഇല്ല. എൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കറിയാം ഞാനൊരു മതേതര ഫാമിലിയിൽ നിന്ന് വന്ന്, എൻ്റെ ഭർത്താവ് വേറെ മതത്തിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഇതിൽ ഒരു പേടിയില്ല. ഇതിപ്പോൾ LDF സർക്കാർ ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അതിൻ്റെ പിന്നെ രാഷ്ട്രീയമുണ്ടെന്നാണോ? CPMൻ്റെ കുറേ നേതാക്കൾ പറയുന്നുണ്ട്. അവരെ മേലെ എന്തുകൊണ്ട് മതേസ്പരത്തിൻ്റെ കേസ് ഇല്ലാത്തത്? അത് അവരോട് ചോദിക്കണമല്ലോ. കേരള പോലീസിനോട് നിങ്ങൾ ചോദിക്കൂ. ഇതിൽ ഞാൻ എന്താ തെറ്റ് പറഞ്ഞത്? നിങ്ങൾ കേട്ടിട്ടില്ല? അത് 3 കൊല്ലം മുമ്പേ ഉത്തരാഖണ്ഡിൽ നിന്ന് അവർ പറഞ്ഞിരിക്കുക, ധർം സൻസദ് ജെനോസൈഡ് ഓഫ് ദ മുസ്ലിംസ് ഹാവ് ടു ഹാപ്പൻ എന്ന് പറഞ്ഞാൽ മുസ്ലിംസിനെല്ലാം കൊല്ലണമെന്ന്. അതിനാരാ കേസെടുത്തത്? ഈ സർക്കാർ എടുത്തോ? ഒരു സർക്കാരും എടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് PI ഫയൽ ചെയ്യായിരുന്നു. CPMന് ചെയ്യാൻ പറ്റുമല്ലോ. അവരെന്തുകൊണ്ട് ചെയ്തില്ല? അപ്പം ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിലെന്താ, ഞാൻ ഇവിടുന്ന് പിന്മാറുന്നൊന്നുമില്ല. ഓഫ് കോഴ്സ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കേസിനെ എങ്ങനെ നേരിടും? നമുക്ക് നോക്കാം. കേസ് വരുമ്പോൾ എനിക്ക് പേടിയെന്ന് പറയുന്നൊരു കാര്യമില്ല. വരുന്നിച്ച് വെച്ച് കാണാം. അതുതന്നെയാണ്. അതായത് ഷമാ മുഹമ്മദ് ഉന്നയിക്കുന്നത് CPM നേതാക്കൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ അവർക്കെതിരെ കേസില്ല, എന്നാൽ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തു. അതിനുമല്ല കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നതാണ് അവരുടെ ആരോപണം.